ക്ഷേത്രകലകളാണ് ബിന്ദുവിന് ക്യാൻവാസിലേക്ക് പകർത്താൻ ഏറെ ഇഷ്ടം. രാധാമാധവം, വിഘ്നേശ്വരൻ, കൃഷ്ണൻ, മോഹിനി, അനന്തശയനം എന്നിവയാണ് ബിന്ദു ഇതുവരെ വരച്ച ചിത്രങ്ങൾ. അനന്തശയനം എന്ന ചിത്രം ഏറെ സങ്കീർണമാണെന്നും ചായ നൽകി തീർക്കാൻ 3 മാസം വേണ്ടി വന്നതായും ബിന്ദു പറയുന്നു. ബിന്ദു ഫൈനാൻസിൽ MBAയ്ക്കൊപ്പം ഡിസൈനിങ്ങിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് മ്യൂറൽ പെയിന്റിംഗിലേക്ക് തിരിഞ്ഞത്. പെയിന്റിംഗ് പൂർത്തിയായതോടെ വീട്ടുകാരും സുഹൃത്തുക്കളും പ്രോത്സാഹിപ്പിക്കുകയും അതോടെ ഓൺലൈൻ വഴി കൂടുതൽ അറിവുകൾ നേടുകയുമായിരുന്നു. പ്രവാസിയായ എനിക്ക് കേരളത്തിൻ്റെ തനതായ ചുമർ ചിത്രകല ട്രഡീഷണലായിട്ട് സാങ്കേതിക വശങ്ങളിൽ പരിശീലനം സിദ്ധിക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ല. എങ്കിലും ഞാനത് ഓൺലൈൻ വഴിയും അല്ലെങ്കിൽ നിറയെ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ബുക്സുകൾ കളക്ട് ചെയ്തും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും മറ്റും ബുക്സുകൾ കളക്ട് ചെയ്തും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതിൻ്റെ നിയമങ്ങൾ പരമാവധി എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാനത് ഉപയോഗപ്പെടുത്തി ആ രീതിയിൽ തന്നെ ക്യാൻവാസിൽ പകർത്താനുമാണ് ശ്രമിക്കുന്നത്. ആദ്യം സ്കെച്ചുകൾ വരച്ച് അതിൽ മഞ്ഞ ബേസും മറ്റ് കളറുകൾ ഷെയ്ഡും നൽകിയാണ് പൂർത്തീകരിക്കുന്നത്. 5ലധികം ചിത്രങ്ങൾ ഇതിനകം വിറ്റുപോയി. ഫോട്ടോഗ്രാഫറായ മകൻ അർജുനന്റെ ഫോട്ടോകളും തന്റെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി മസ്കത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബിന്ദു. ചിത്രവരയോടൊപ്പം വസ്ത്രങ്ങളുടെ ഡിസൈനിങ്ങും ബിന്ദു ചെയ്തു കൊടുക്കുന്നുണ്ട്. സാരിക്കും ഷർട്ടിനുമെല്ലാം ഡിസൈനുകൾ ആവശ്യപ്പെട്ട് നിരവധി പേരാണ് എത്തുന്നത്. ബിനു എസ് കൊട്ടാരക്കര, മീഡിയ 1, മസ്കത്ത്.